അധ്യായം 9. അന്തർജനം. പ്രേത മാന്ത്രിക നോവൽ. ഒരു ഉദാഹരണം പറയാം, താങ്കൾക്ക് അനുഭവമുള്ളത്. കൂനൂർ മഠത്തിൻ്റെ നിഗൂഢതകൾ അറിയാൻ പോയ ജഗന് അവിടുത്തെ ദൃശ്യങ്ങളും അനുഭവങ്ങളും പകർത്തിയെടുക്കാൻ നിങ്ങളുടെ ചീഫ് നൽകിയ ക്യാമറ നഷ്ടപ്പെടുന്നു. യാദൃശ്ചികമായി നിങ്ങൾ ശക്തൻ പാട്ടിയുടെ കാറിൽ കയറാൻ ഇടയാകുന്നു. കാറിൽ നഷ്ടപ്പെട്ട പെൻ ക്യാമറ ചീഫിനെ ഏൽപ്പിക്കാൻ എന്നെ ചുമതലപ്പെടുത്തുന്നു. കൂനൂർ മഠം മന്ത്രവാദത്തിൻ്റെ ബീഭത്സമായ മുഖം ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു പെരുമ്പാമ്പാണ്. അങ്ങനെ ഉപമിക്കുന്നതാണ് ശരി. ഈ പദം ഉപയോഗിക്കുന്നത് ഞാനല്ല, അദ്ദേഹമാണ്, ശക്തൻ പാട്ടിയ. പലപ്പോഴും അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്. സമയമാകട്ടെ, ഞാൻ പറയാം എന്ന് അദ്ദേഹം പറയാറുള്ളൂ. അതവിടെ നിൽക്കട്ടെ. കൂനൂർ മഠത്തിൻ്റെ രഹസ്യങ്ങളടങ്ങിയ ക്യാമറ നിങ്ങളുടേതാണെന്ന് മനസ്സിലാക്കി എത്തേണ്ടടുത്ത് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധത. മറ്റൊന്ന്, കൂനൂർ മഠത്തിലെ കല്ലേരി കറുപ്പൻ കണ്ണപ്പൻ എന്ന മാന്ത്രികൻ ഇപ്പോഴും നീലിമലക്കാടിൻ്റെ ഉള്ളറകളിൽ ജീവിക്കുന്നുണ്ടെന്നും 100 വർഷത്തിലൊരിക്കൽ പുറത്തു വരുമെന്നും അന്ന് ഒരു സ്ത്രീ അയാളെ സഹായിക്കണമെന്നും നിയോഗമുണ്ട്. ശക്തൻ പാട്ടിയ പറയുന്നത് ആ സ്ത്രീ ഞാനാണെന്നാണ്. ഈ പ്രായത്തിലും കന്യകയായി ജീവിക്കുന്ന ശ്രീരേഖ കോകില. ഇത് 100ാം വർഷമാണ്. 7 ജന്മങ്ങൾ കൂട്ടിക്കൊണ്ട് 7 ജന്മത്തിലെയും ദുരന്തങ്ങൾ സ്വന്തം രക്തത്തിലേക്ക് ആവാഹിച്ച ഒരു ബീജമാക്കി കഴിഞ്ഞ തലമുറയിലെ പെണ്ണിൻ്റെ ഗർഭപാത്രത്തിലേക്ക് കടത്തിവിട്ട മഹാമാന്ത്രികൻ. ആ ജന്മമാണ് കണ്ണപ്പൻ. അമ്മയുടെ ഗർഭപാത്രം കീറി വന്ന വികൃതരൂപിയായ കണ്ണപ്പൻ. എല്ലാ അമാവാസികളിലും ഞാൻ വരും, ഈ നീലിമലക്കാടിൻ്റെ താഴ്വാരത്ത് കല്ലേരിക്കറുപ്പൻ കണ്ണപ്പന് വഴികാട്ടിയാവാൻ, ഒപ്പം കൂടി സഹായിക്കാൻ. അങ്ങനെ സംഭവിച്ചാൽ അതെൻ്റെ പുണ്യമായി കരുതും. പക്ഷെ ഇതുവരെ എനിക്ക് ആ പുണ്യം കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമോയെന്ന് അറിയില്ല. ഈ പറയുന്നത് യാഥാർത്ഥ്യമാണോ? ജഗൻ വിശ്വസിക്കാനാവാതെ ശ്രീരേഖയുടെ കൈയിലേക്ക് പിടിച്ചു. അടുത്ത നിമിഷം ശ്രീരേഖ അത് പ്രതീക്ഷിച്ചിരുന്നത് പോലെ അവൻ്റെ കൈ പുറത്തേക്ക് വെച്ചു. ആ കണ്ണുകൾ മെല്ലെ പകുതി അടഞ്ഞു. ജഗൻ, എന്തൊരു തണുപ്പാനല്ലേ! തന്നോട് സംസാരിച്ചിരിക്കുന്ന ശ്രീരേഖ കോകില അല്ല ഇതെന്ന് ജഗന് തോന്നി. അവർ ജഗൻ്റെ കൈപ്പത്തിയിൽ മുറുക്കെ പിടിച്ചു അടുത്തേക്ക് നീങ്ങിയിരുന്നു. ശ്രീരേഖ കോകിലയുടെ ഇളനീരിൻ്റെ മണമുള്ള ശ്വാസം ജഗൻ്റെ കവിളിൽ തറച്ചു. ജഗൻ പിന്തിരിഞ്ഞു നോക്കി. ഡ്രൈവർ മോഹീന്ദർ വരും. അതുമാത്രമല്ല, താൻ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന ചിന്തയും. പെട്ടെന്ന് ജഗൻ അകന്നു മാറി. മാഡം, മാഡം, അരുത്, അരുത്, പ്ലീസ്. അവർ ഒന്നും മിണ്ടാതെ സീറ്റിൻ്റെ പിന്നിലേക്ക് അർദ്ധമയക്കത്തിലെന്ന പോലെ ആണ്ടുകിടന്നു. ജഗൻ എന്തു ചെയ്യണമെന്ന് അറിയാതെ പരിഭ്രാന്തനായി. എന്തായാലും ഈ അന്തരീക്ഷത്തിൽ നിന്നും രക്ഷപ്പെടുക. പെട്ടെന്ന് ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ മോഹിന്ദർ ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു, ആ വണ്ടി ശരിയാക്കിയിട്ടുണ്ട് സാർ. ഏതോ പിശാചുക്കൾ അവിടെ പിടിച്ചിട്ടതാണ്. പക്ഷേ വണ്ടി അനങ്ങാൻ കുറച്ച് സമയമെടുക്കും. മോഹിന്ദർ വണ്ടിയെടുത്തു. മോഹിന്ദർ വണ്ടി നിർത്തൂ, ഞാൻ ഇറങ്ങട്ടെ. മോഹിന്ദർ വണ്ടി നിർത്തിയില്ല. എനിക്കിറങ്ങണം. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? വണ്ടി നിർത്താൻ. എന്ത് ചെയ്യണമെന്നറിയാതെ മയക്കത്തിലാണ്ട് കിടക്കുകയായിരുന്ന ശ്രീരേഖ കോകിലയെ ഉണർത്തി ജഗൻ. മാഡം, മാഡം, പ്ലീസ്, കനിവുണ്ടാകണം. എനിക്കിവിടെ നിന്ന് ഇറങ്ങണം. ഞാൻ എങ്ങോട്ടുമില്ല. ആര് കേൾക്കാൻ? വണ്ടി ഹെയർപിൻ വളവുകൾ തിരിയുന്നു, വേഗത്തിൽ ഓടുന്നു. കോപം സഹിക്കാൻ വയ്യാതെ ജഗൻ മോഹിതറിൻ്റെ കഴുത്തിലേക്ക് പിടിച്ചു പിന്നിലേക്ക് വലിച്ചു. അയാൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. വണ്ടിയൊന്നും ഒലഞ്ഞു. ബ്രേക്കിൻ്റെ പിടുത്തം നഷ്ടപ്പെട്ടു. അബോധാവസ്ഥയിലായതുകൊണ്ട് പോലെ ശ്രീരേഖ കോകിലയുടെ ശരീരം തൻ്റെ ശരീരത്തിലേക്ക് ചെരിഞ്ഞു വിടും. ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ സുമിത്രയ്ക്ക് ഈ നിമിഷം ഞാൻ ഇല്ലാതാവുകയാണ്. പക്ഷേ കുറേ കാലമായി തനിക്ക് ഈശ്വരനെ വിളിക്കാൻ തോന്നില്ല. അതിൻ്റെ ശിക്ഷയാണിത്. ഇരുവശങ്ങളിലും നോക്കിയാൽ ഭീതി ഉളവാക്കുന്ന ഗർത്തങ്ങളാണ്. മരണം വാടി വിളിക്കുന്ന കറുത്ത ചെകുത്താന്മാർ കാവലിരിക്കുന്ന കിഴക്കാൻ തൂക്കായ പാറക്കെട്ടുകൾ. എന്തും വരട്ടെ, വണ്ടി നിർത്തുന്നതുവരെ താൻ മോഹീന്ദ്രയുടെ പിടിവിട്ടില്ല. അയാളുടെ കരുത്തുള്ള കഴുത്ത് ജഗൻ്റെ കൈമടക്കുകളിൽ ഉള്ളിൽ ഇരുന്നമർന്നു. അടുത്ത നിമിഷം മുമ്പിലെ പാറക്കൂട്ടത്തിൽ കാർ ഊക്കോടെ ഇടിച്ചു. ആ ഇടിയിൽ മോഹീന്ദ്രൻ്റെ കഴുത്തിലെ ജഗൻ്റെ പിടിവിട്ടുപോയി. ഒന്നുറക്കെ കരയാൻ പോലും കഴിയുന്നതിന് മുമ്പ് പഴമയുടെ ഒരു മുഖചിത്രം അണിയിച്ച ഒരു ഇറ്റാലിയൻ കാർപ്പക്കാർ മെല്ലെ ചരിഞ്ഞു. മുൻപിലെ സീറ്റിൽ ജഗൻ നൽകിയ കടുത്ത ആക്രമണത്തിൽ ബോധമറ്റ് ഡ്രൈവർ മോഹീന്ദ്രും പിൻസീറ്റിൽ സൗന്ദര്യം വാർന്നൊഴുകുന്ന ശ്രീരേഖ കോകിലയുമൊപ്പം നീലിമലക്കാടിൻ്റെ താഴ്വാരത്തുള്ള ഒരിക്കലും ഇനിയൊരു മനുഷ്യജന്മത്തിനും മഹത്വത്തോടെ തിരിച്ചു വരാൻ പറ്റാത്ത ഇരുണ്ട മഞ്ഞു വീഴുന്ന കൊക്കയിലേക്ക് തട്ടിത്തകർന്നുകൊണ്ട് കാർപ്പക്കാർ. ഉറക്കെ അലറിക്കരഞ്ഞു ജഗൻ. മുൻപിൽ കണ്ട എന്തിലോ ഒന്ന് പിടിമുറുക്കി കണ്ണുകൾ ഇറുക്കിയടച്ചു. വണ്ടി എവിടെയോ തട്ടി നിന്നുവോ. മെല്ലെ മെല്ലെ കണ്ണു തുറന്നു ജഗൻ. ചുറ്റും ഇരുട്ടുമൂടി കിടക്കുന്നു.
കനത്ത മഞ്ഞിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. താൻ രക്ഷപ്പെട്ടു പോകും. എവിടെ മോഹിന്ദർ? എവിടെ ശ്രീരേഖ കോകില? ആരുമില്ല. തൻ്റെ വണ്ടിക്കുള്ളിൽ താൻ മാത്രമേ ഉള്ളൂ. ആ തണുപ്പിലും വേർത്തു കുളിച്ചിരിക്കുന്നു ജഗൻ. താനിപ്പോഴും ജീവിച്ചിരിക്കുന്നു. താൻ കണ്ടത് സ്വപ്നമാണോ? ഭീതിയുടെ കൊടുങ്കാറ്റ് തണുപ്പ് മുറിയുന്ന താഴ്വാരത്തിൽ വെച്ച് ഒന്ന് മയങ്ങിയപ്പോൾ ആരോ തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതോ ഇനി വരാൻ പോകുന്നതോ ആയ ഒരധ്യായം ഓർമ്മിച്ചു പോയിരിക്കുന്നു. മൊബൈലെടുത്ത് വെളിച്ചം തെളിച്ചു. ലൈറ്റ് മാത്രമേ ഉള്ളൂ. റേഞ്ച് ആയിട്ടില്ല. താൻ നേരത്തെ നിർത്തിയെടുത്ത് തന്നെ കാറിനുള്ളിൽ ഇരിക്കുകയാണ്. ശരീരം മരവിച്ചു പോയ ഒരു മാനസികാവസ്ഥ. അമ്മയെ മനസ്സിൽ വിചാരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഭാഗ്യം, വണ്ടി സ്റ്റാർട്ടായി. ശരിക്കും മോഹിന്ദർ തൻ്റെ വണ്ടി ശരിയാക്കിയിട്ടുണ്ടാവുമോ? വൈപ്പറിട്ടു ഗ്ലാസിൻ്റെ മഞ്ഞു കണങ്ങൾ ഉറഞ്ഞു മാറുന്ന ശബ്ദം കേട്ടു. ആ ശബ്ദം പോലും ജഗനെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അത്ര ഭീകരമായിരുന്നു അതിനു മുന്നിലെ നിമിഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഫോറസ്റ്റ് ഓഫീസ് വരെ എത്തുക. എത്ര കാല് പിടിച്ചിട്ടാണെങ്കിലും നേരം വെളുക്കുന്നത് വരെ അവരോടൊപ്പം കഴിയുക. ഇന്നിനി യാത്ര വയ്യ. ജഗൻ സൂക്ഷിച്ച് വണ്ടിയെടുത്ത് നീങ്ങി. ശ്രീരേഖ കോകില. മനസ്സു പറഞ്ഞു, ശ്രീരേഖ കോകില. നീലിമലക്കാടുകളിൽ 100 വർഷത്തിലൊരിക്കൽ വരുന്ന കല്ലേരി കണ്ണപ്പനെ കാണാൻ ഇപ്പോഴും കാത്തിരിക്കുന്ന കന്യകയായ ശ്രീരേഖ കോകില എന്ന സുന്ദരി. ഓ, ചിന്തിക്കാൻ പോലും ആകുന്നില്ല. ദൂരെ ഫോറസ്റ്റ് ഓഫീസിൽ കത്തിച്ചു വെച്ച രാന്തൽ വിളക്ക് കണ്ടു. അവിടേക്കെത്തി വിവരം പറഞ്ഞ് അവരോടൊപ്പം കൂടി. നല്ല സ്നേഹമുള്ള 4 ഫോറസ്റ്റ് ഗാർഡുകൾ. വഴിയിൽ വെച്ച് നടന്ന സ്വപ്നത്തെക്കുറിച്ച് അവർ ഉണ്ടാക്കി തന്ന ചുക്കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ വെറുതെ പറഞ്ഞു. 4 പേരും അപ്പോൾ മുഖത്തോട് മുഖം നോക്കി. എന്താ? ജഗൻ ചോദിച്ചു. തൂക്കാങ്കുഴിപ്പാറയ്ക്കടുത്തായത്. അവിടെ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു പഞ്ചാബുകാരനും ഒരു സ്ത്രീയും കൊക്കയിലേക്ക് മറിഞ്ഞു പോകുന്നത് കണ്ടതായി ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും മിണ്ടാതെ ഒരു ജീവച്ചവം കണക്കെയിരുന്നു ജഗൻ. അപ്പോഴും പുറത്തെ പ്രകൃതിയിൽ ആരോടോ ഉള്ളാത്ത അടങ്ങാത്ത പക പോലെ കനത്ത മഞ്ഞ് പെയ്ച്ചുകൊണ്ടിരിക്കുന്നു. അധ്യായം 16. ഇല്ല ജഗൻ, നീ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ജഗൻ ചീഫ് എഴുന്നേറ്റ് അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ജഗനൊന്നും മിണ്ടാനായില്ല. ജഗന്റെ പിന്നിലേക്ക് വന്ന് ചീഫ് പറഞ്ഞു. പക്ഷേ ചീഫിൻ്റെ മുഖം വല്ലാതെ വിളറിയതും മുഖത്തെ ഊർജ്ജം നഷ്ടപ്പെട്ടതും ജഗൻ തിരിച്ചറിഞ്ഞു. ചീഫ് എന്തോ തന്നെ കാര്യമായി മറക്കുന്നു. താനത് മനസ്സിലാക്കുമെന്ന് കരുതിയിട്ടാവും ചീഫ് പറഞ്ഞു. ജഗൻ ആ ബട്ടൺ ക്യാമറ ഒന്ന് ലോഡ് ചെയ്ത് സ്ക്രീൻ ചെയ്യും. എന്നിട്ടാവാം ബാക്കി സംസാരം. ജഗൻ ഒന്നും പറയാതെ എഴുന്നേറ്റ് പുറത്തേക്ക് എഡിറ്റിംഗ് റൂമിലേക്ക് പോകാൻ ഇരുന്നു. വേണ്ട ജഗൻ, ഇവിടെ ഇരുന്നോളൂ. ചീഫ് തൻ്റെ മുറിക്ക് പിന്നിലെ സ്വകാര്യ എഡിറ്റിംഗ് സ്ക്രീനിൽ മുറി കാണിച്ചു. ജഗൻ അവിടേക്ക് ചെന്നു. നിമിഷങ്ങൾ കഴിഞ്ഞ് ചീഫ് അവിടേക്ക് ചെന്നു. DVD ട്രാൻസ്ഫർ ചെയ്ത് സ്ക്രീനിലേക്ക് നോക്കിയ ജഗൻ ഞെട്ടിപ്പോയി. താൻ ശ്രീരേഖ കോകിലയ്ക്കും മോഹിന്ദർ എന്ന ഡ്രൈവർക്കുമൊപ്പം നീലിമലക്കാടിൻ്റെ കൊക്കയിലെ അഗാധങ്ങളിലേക്ക് ചെരിയുന്നതും ഡോർ തുറന്ന് താൻ പുറത്തേക്ക് ചാടുന്നതുമായ ദൃശ്യം കണ്ട് മരവിച്ചു നിന്നു ജഗൻ. തിരിഞ്ഞു നോക്കി ചീഫ്. ഇപ്പോൾ എന്തു പറയുന്നു? ജഗന്റെ നിശബ്ദത കണ്ട് ചീഫ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ശ്രീരേഖ കോകിലയെക്കുറിച്ച്? ഇപ്പോൾ ഇത് കണ്ട ശേഷം ഞാൻ മറ്റൊന്നുകൂടി പറയാം. അവൾ മന്ത്രവാദിനിയാണ്. നീലിമലക്കാടിൻ്റെ ഉള്ളറ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വന്ന കൊടും മന്ത്രവാദിനി. നീ മറ്റൊന്നും ചെയ്യണ്ട. അവളെ ഫോളോ ചെയ്യണം. നിന്റെ മുൻപിൽ ഇങ്ങനെ ഒരു മായാപ്രപഞ്ചം സൃഷ്ടിച്ച് നിന്റെ മുമ്പിൽ നിന്നും അകന്നു മാറിയതിനു പിന്നിൽ എന്തോ ഒരു നിഗൂഢ ലക്ഷ്യമുണ്ട്. ഒരു കാര്യം എനിക്കുറപ്പാണ്. മുംബൈ സിനിമാ ലോകത്ത് കണ്ണുകളുടെ മാസ്മരികതയും ശരീരവടിവും കൊണ്ട് ഉന്മാദം സൃഷ്ടിച്ച സെക്സ് ബോംബ് ശ്രീരേഖ കോകില തന്നെയാണിവൾ. വിടരുത്, വിടരുത്, നമുക്കിവിടെ. ചീഫ് വല്ലാതെ പ്രതികാര ബുദ്ധിയോടുകൂടി പറഞ്ഞു. താൻ വീണ്ടും ഏതോ വലിയൊരു ദുരന്തത്തിന് സാക്ഷിയാകാൻ പോകുന്നതായി ജഗന് തോന്നി. കുന്നൂർ മഠത്തിൽ നിന്നും തിരിച്ചപ്പോൾ ശക്തൻ ഭാട്ടിയുടെ കാറിൽ വെച്ച് നഷ്ടപ്പെട്ട പൊൻ ക്യാമറ താൻ സ്വപ്നത്തിൽ കണ്ട ശ്രീരേഖ കോകില ചീഫിനെ ഏൽപ്പിക്കുന്നു. അത് മറ്റൊരു സ്ത്രീയായ സാന്ദ്ര കോകിലയാണെന്ന് ചീഫ് തന്നെ പറയുന്നു. ഈ ജോലി ഉപേക്ഷിച്ചാലും വേണ്ടില്ല, വയ്യ. ഇതിന് പിന്നാലെ പാഞ്ഞ് ഇനി ശേഷിക്കുന്ന കാലം ത്യജിക്കാൻ വയ്യ. ഇങ്ങനെ ഓരോന്ന് ഓർത്തുകൊണ്ടിരുന്നു ജഗൻ. ജഗൻ, ചീഫ് ഉറക്കെ വിളിച്ചു. താൻ ഏത് ലോകത്താണ്? എനിക്കറിയാം തൻ്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. ജോലി വരെ ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുകയല്ലേ താൻ? ഞെട്ടിയതുപോലെ ജഗൻ മുഖമുയർത്തി ചീഫിൻ്റെ മുഖത്തേക്ക് നോക്കി. ചിരിച്ചുകൊണ്ട് ചീഫ് പറഞ്ഞു. ഞാനിതെങ്ങനെ മനസ്സിലാക്കിയെന്നല്ലേ? എടോ, ഇനിയിപ്പോൾ താൻ ഈ ജോലി ഉപേക്ഷിച്ചു എന്ന് തന്നെ വെക്കി. ആ നിമിഷം തന്നെ പോലീസ് വലയിലാക്കും. എന്തിന്? ഞാനെന്ത് തെറ്റ് ചെയ്തു? ജഗന്റെ മുഖം പരിഭ്രമം കൊണ്ട് നിറഞ്ഞു. ചീഫിൻ്റെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന ലാളിത്യം ഇല്ലാതാകുന്നതും ഒരുതരം ക്രൂരത വന്നു നിറയുന്നതും കണ്ടു. കൂനൂർ മഠത്തിൽ നിന്നും മടങ്ങി വന്ന ശേഷം തൂങ്ങി മരിച്ച ശ്രീദേവി അന്തർജനം കാണുന്നു. ഒരുമിച്ച് ശക്തൻ ഭാട്ടിയുടെ അടുത്തെത്തുന്നു. അദ്ദേഹത്തെ കാണാൻ സാധിക്കാതെ തിരിച്ചു പോരുമ്പോൾ പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് അന്തർജനത്തിൻ്റെ കാണാതായ മകൾ
ഫെമിനിസ്റ്റായ സരിത അന്തർജനത്തിനെ കാണുന്നു. കടൽ തീരത്തെ ഇന്ത്യൻ കോഫീസിൽ ഇരുവരും ഒരുമിച്ച് കാപ്പി കുടിക്കുന്നു. പതിവിന് വിപരീതമായി ജഗൻ സരിത അന്തർജനത്തോട് പരിധി വിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു. ഒടുവിൽ കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. റൈറ്റ്? ചീഫ് മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത് പോലെ ജഗൻ തലയാട്ടി. പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോയെന്നോ സരിതയ്ക്ക് എന്ത് സംഭവിച്ചെന്നോ അറിയാവുന്ന ഒരേ ഒരാൾ ജഗൻ മാത്രമാണ്. സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എത്ര ചിന്തിച്ചിട്ടും ഒരവസാനം കണ്ടെത്താനും കഴിയുന്നില്ല. സാർ പറഞ്ഞ ചില കാര്യങ്ങൾ ഒഴിച്ചാൽ ഒന്നും ഞാൻ കാര്യമായി ഓർക്കുന്ന പോലില്ല. പക്ഷേ സരിതാന്തർജനം എവിടെയാണെന്ന് എനിക്കറിയില്ല. എടോ ജഗന്നാഥൻ, ഇപ്പോൾ ഞാൻ തൻ്റെ രക്ഷകനാണ്. എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞുവെന്നല്ലേ താൻ ചിന്തിക്കുന്നത്? അതിന് എനിക്കൊരു ഉത്തരമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഞാൻ പറയാം. പോലീസ് സെൻട്രൽ ഇൻ്റലിജൻസിൻ്റെ നോട്ടൽപ്പൊടിയാണ് താനിപ്പോൾ. നടുങ്ങി ജഗൻ. തൻ്റെ ഓരോ ചലനങ്ങളും അവർ ശ്രദ്ധാപൂർവ്വം ചോർത്തിയിട്ട് കിടക്കുന്നു. തനിക്കറിയോ, ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ച് സരിതാന്തർജനം കാപ്പി കുടിച്ച ശേഷം ബാക്കി വരിക വാങ്ങിയിരുന്നില്ലേ, ആ സപ്ലയർ ഇവിടെ വന്നിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനായ ജെജയ്ക്കൊപ്പം. ജെജയെ അറിയില്ലേ? സ്കോട്ട്ലാൻഡിൽ നിന്നും യാർഡിൽ നിന്നും കുറ്റവാളിയുടെ ഹൃദയസ്പന്ദനം വരെ തിരിച്ചറിഞ്ഞ ബുദ്ധിയുമായി തിരിച്ചു വന്ന ക്രിമിനലുകളുടെ പേടി സ്വപ്നമായ ജെ എന്ന ജമീസ് ജമീന്ദാർ. പകുതി ക്രിസ്ത്യാനിയും പകുതി ഹിന്ദിയും. ചിരിച്ചുകൊണ്ട് ചീഫ് പറഞ്ഞു, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം തൻ്റെ മുകളിൽ ഒരു നിഴലും വീഴില്ല. ഒരു ജെയ്ക്കും തന്നെ ഒന്നും ചെയ്യാനുമാവില്ല. പക്ഷെ ഒന്നുണ്ട്, താൻ എനിക്ക് വേണ്ടി ചിലത് ചെയ്യണം. അറിയാലോ, അമാവാസിയിൽ ജനിച്ചതുകൊണ്ട് പറയുന്നത് ചെയ്യും, ചെയ്യുന്നത് ഒരു ചെവി പോലും അറിയില്ല. അറിയില്ലേ ജഗൻ? എൻ്റെ യഥാർത്ഥ പേര് തന്നെ പലർക്കും അറിയില്ല. ചീഫ് എന്നേ അറിയൂ. അങ്ങനെ അറിയുന്നതാണ് എനിക്കിഷ്ടം. ചീഫ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, സരിതാന്തർജനത്തിനൊപ്പം ഞാൻ പോയ വിവരങ്ങളൊക്കെ ചീഫ് എങ്ങനെ അറിഞ്ഞു? അപ്പോഴും ചീഫ് ചിരിച്ചു. ഞാൻ ഈ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ഈ കാണാൻ പോകുന്ന ലോകത്തിൻ്റെ മുമ്പിൽ നാം തുറന്നു കാട്ടുന്ന മാന്ത്രികതയുടെ അത്ഭുത ലോകം, ജനം അന്തം വിട്ട് കാണുന്ന ഒരു സുദിനമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ചീഫ്, എൻ്റെ ആകാംക്ഷ എന്നെ തന്നെ കാർന്നു തിന്നുന്നു. ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു, ഞാനും സരിതാന്തർജനവും തമ്മിൽ അവസാനമായി കണ്ട ദിവസത്തെക്കുറിച്ച് ആരാണ് താങ്കളോട് പറഞ്ഞത്? ചീഫ് എഴുന്നേറ്റു. പറയുമ്പോൾ നടങ്ങരുത്. അവിശ്വസനീയമായി എന്ന് പറഞ്ഞ് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് പൊട്ടിത്തെറിക്കുകയുമരുത്. ജഗൻ ഇരിക്കുന്ന റിവോൾവിംഗ് ചെയറിൻ്റെ അടുത്തേക്ക് ചെന്ന് ജഗൻ അഭിമുഖമായിരുന്ന് ചെയറിൻ്റെ ഇരുവശത്തും കൈയൂന്നി നിന്ന് ചീഫ് പറഞ്ഞു, എന്നോട് ഇത് പറഞ്ഞത് മറ്റാരുമല്ല, സരിത അന്തർജനം. ശരിക്കും ആ വാക്കുകൾ ജഗനിൽ സൃഷ്ടിച്ചത് നടുക്കം തന്നെയാണ്. എവിടെ അവൾ? എന്തിനാ അമ്മയെ കൊലയ്ക്ക് കൊടുത്തിട്ട് അവൾ മറിഞ്ഞിരിക്കുന്നു? പ്ലീസ് ചീഫ്, എനിക്ക് അവളെ ഒന്ന് കാണണം. ജഗൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ചീഫ് ഇരുതോളിലും പിടിച്ച് ഇരുത്തി ജഗനെ സമാധാനിപ്പിച്ചു. സമാധാനിക്കുന്നേ, അവൾ എന്നെ വിളിച്ചിരുന്നു. ഇന്ന് അമാവാസിയാണ്. കാണേണ്ട സ്ഥലം ഒരു കാരണവശാലും മറ്റാരും അറിയരുതെന്ന് പറഞ്ഞു. സത്യം പറയട്ടെ ജഗൻ, ഒരു സ്ത്രീയും ഒരിക്കലും ഒരു പുരുഷനോടും പറയാൻ പാടില്ലാത്ത, പുരുഷൻ്റെ സിരകളെ ഉണർത്തുന്ന വികാരം തുടിക്കുന്ന വാക്കുകൾ കേട്ട് ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അവൾ പറഞ്ഞു. അവൾ എനിക്ക് വേണ്ടി ദാഹിക്കുന്നുവെന്ന്. ഒരിക്കൽ അതിനെ യാചിച്ച് അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവളുടെ കാമം തിളയ്ക്കുന്ന ആ പ്രായത്തിൽ ഞാൻ അവളിലേക്ക് കടത്തിവിട്ട രക്തത്തിന് കോടികളുടെ വിലയാണ് ജഗൻ. പക്ഷേ അന്ന് ഞാൻ അവൾക്കത് കൊടുത്തു. അനുമതി ഉണ്ടായിട്ടുണ്ടാവില്ല അവൾക്ക്. എൻ്റെ വെളുത്ത ചോര അവളുടെ ഗർഭപാത്രത്തിൽ നിറയ്ക്കാൻ നഗ്നമായ മതാലസമായ ശരീരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി തുറന്നു തരുമെന്ന് അവൾ പറഞ്ഞു. ഞാൻ അവളെ ക്ഷണിച്ചു. ഈ നഗരത്തിലെ ഏറ്റവും മുന്തിയ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഏറ്റവും വിലപിടിച്ചുള്ള പട്ടുമൊത്തയിൽ നമുക്ക് ക്ഷയിക്കാമെന്ന് പറഞ്ഞു. അവൾ ചിരിച്ചു. ഷീഫ്, ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്നെ നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാ രാത്രികളും നിങ്ങൾ എന്നെയോർത്ത് ദുഃഖിക്കുമെന്ന് പറഞ്ഞു. ശരിക്കും അവൾ വിളിച്ചതിൽ ഒരു ദുരൂഹതയുണ്ട്. എൻ്റെ ബുദ്ധി നിനക്കറിയാലോ. ഞാനത് മുഴുവൻ റെക്കോർഡ് ചെയ്തു. അവൾ വിളിക്കുന്ന റൂട്ട് തെളിയിക്കുന്ന ഡിജിറ്റൽ സ്പോട്ട് പോയിന്റ് ഡേഞ്ചറസ് ക്യാമറയിലേക്ക് ഞാനത് കണക്ട് ചെയ്തു. ആദ്യത്തെ ചില വാക്കുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ഞാൻ ലോഡ് ചെയ്തു. നീ അത് കണ്ടു നോക്ക്. ഞാൻ പുറപ്പെടേണ്ട സമയം വരെ അവൾ പറഞ്ഞിട്ടുണ്ട്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് 23 സെക്കൻഡ് കഴിഞ്ഞ് കാർ തെക്കോട്ട് തിരിച്ചിടുക. പിന്നെ പറഞ്ഞതാണ് അതിലും രസം. എല്ലുകൾ പുറത്ത് കാണാത്ത മാംസളമായ ഒരു പോത്തിനെ പുറംതിരിച്ച് കാറിൽ നിർത്തി കാറിൽ കടന്നു വരിക. ഞാനിത് മുഴുവൻ ശക്തം പാട്ടേക്ക് പറഞ്ഞു കാട്ടിക്കൊടുക്കുകയും ചെയ്തു. മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് അദ്ദേഹം ഒന്നു മാത്രം പറഞ്ഞു, ജഗന്നാഥനെ കാണണം, അവനോട് വിവരങ്ങൾ പറയണം. പോകുമ്പോൾ വഴിക്ക് വെച്ച് അവനെയും കൂട്ടണം. സരിതാന്തർജനം അറിയണ്ട. ചീഫ്, നിന്റെ പേര് ഈ ജന്മം എന്തോ ആയിക്കോട്ടെ, പക്ഷേ നിനക്കൊരു പൂർവ്വജന്മമുണ്ട്. കൂനൂർ മഠത്തിൻ്റെ മുറ്റത്ത് അരയിലിട്ടതും
മുണ്ടും കൊണ്ട് ഉദരവും വലതു കൈ പൊത്തിക്കൊണ്ട് ചുണ്ടും മറച്ചു നിന്ന ഒരടിയാൻ്റെ ജന്മം. ചെല്ല്, സരിതാവർമ്മ വിളിക്കുന്നിടത്തേക്ക്. നീ തിരിച്ചു വന്നാൽ അത് മറ്റൊരാളായിട്ടാവും. ചീഫ്, നിന്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ഈ ആധുനിക യുഗത്തിൻ്റെ പേരക്കുട്ടിയായ ഇലക്ട്രോണിക് ക്യാമറ വെച്ചിരിക്കുന്നത്? ശക്തൻ ഭാട്ടിയെ ചോദിച്ചത് കേട്ട് ഞാൻ ചിരിച്ചു. അതെൻ്റെ സീക്രട്ടാണ്, ഞാൻ പറഞ്ഞു. ജഗൻ ഒന്നും പറയാൻ കഴിയാതെ എഴുന്നേറ്റു പുറത്തേക്ക് നടന്നു. അപ്പോൾ ചീഫ് വിളിച്ചു. ജഗൻ തിരിഞ്ഞു നോക്കാതെ ജഗൻ നിന്നു. പുറത്ത് ജെജയുടെ രഹസ്യ പോലീസോ ഉണ്ടാവും. എന്തും ചോദിക്കും, ചോദിക്കാതിരിക്കാം, പിന്തുടരും. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നിൽക്കുക, യുക്തി അനുസരിച്ച് എല്ലാം. ചെല്ല്, ഞാൻ വിളിക്കുന്നത് വരെ കാത്തിരിക്കുക. പറഞ്ഞതൊക്കെ ആരോടും പറയാതെ രഹസ്യമാക്കി വെക്കുക. യാത്ര പോലും ചോദിക്കാതെ യഗൻ യാന്ത്രികമായി 3 സ്റ്റാർ TV പടികളിറങ്ങി കാറിലേക്ക് കയറി. പിന്നിൽ തന്നെ പിന്തുടർന്ന ജെജയുടെ രഹസ്യ പോലീസിന്റെ നീക്കങ്ങൾ അറിയാതെ. ചീഫ് പറഞ്ഞതിൽ സത്യമുണ്ടോ? സരിത അന്തർജനം വിളിച്ചിരുന്നുവെന്ന് ചീഫിന് കുനൂർ മഠവുമായുള്ള പൂർവ്വജന്മ ബന്ധമുണ്ടത്രേ. എന്ത് വിശ്വസിക്കണം, ഏത് തള്ളിക്കളയണം? സരിത അന്തർജനം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എവിടെ? അവൾ എന്തിന് ഈ ഭൂമിയിൽ മറഞ്ഞിരുന്ന് ചീഫിനെ വിളിക്കണം? ശക്തൻ ഭാട്ടിയുടെ ഈ കഥയിലെ റോൾ എന്താണ്? ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾക്ക് നടുവിൽ വട്ടം കറങ്ങി ജഗൻ. സുമിത്രയെ കണ്ടു. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ ജഗന് മനസ്സിലായി, അവളുടെ മനസ്സ് സംഘർഷഭരിതമാണ്. എന്നോട് എന്തോ പറയാൻ വിതുമ്പുന്നുവെന്ന് ആ മുഖം കണ്ടാലറിയാം. എന്തായാലും സുമിത്ര പറയട്ടെ, എന്നോട്. എനിക്ക് വേണ്ടി മറ്റാര് പറയാൻ? ചീഫിന്റെ കാര്യം നിന്നെ കണ്ടില്ലേ? നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആൾ. മനുഷ്യന്റെ രഹസ്യങ്ങൾക്ക് പിന്നാലെ പോയി അത് പെരുപ്പിച്ച് പുതിയ കഥ പോലെ വികസിപ്പിച്ച് ജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് ജനക്കൂട്ടത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ എന്തൊക്കെയോ വിചിത്ര ചിന്തകളാണ് അയാൾ രൂപകൽപ്പന ചെയ്യുന്നത്. ഇപ്പോൾ സ്വന്തം പൂർവ്വജന്മത്തിൻ്റെ ഒരു പൊരുൾ തേടി പോകുമ്പോഴും ഒരു രഹസ്യ ക്യാമറ. സ്വന്തം കിടപ്പറയിൽ ഭാര്യയുമായി കിടപ്പറ പങ്കിടുമ്പോഴും അയാൾ ആ രഹസ്യ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടാവുമോ ആവോ? ജീവിതത്തിൽ ആദ്യമായി ജഗന് അയാളോടും അയാളുടെ സ്ഥാപനത്തോടും വല്ലാത്ത പുച്ഛം തോന്നി. ജഗൻ സുമിത്രയുടെ വിളികെട്ട് ഓർമ്മയിൽ നിന്നെന്ന പോലെ ഞെട്ടിയുണർന്നു. വീടിനുള്ളിൽ ഒരുതരം നിശബ്ദത തളം കെട്ടിക്കിടന്നു. സെറ്റിയിൽ ജഗന്റെ അടുത്തിരുന്നു അവൾ. ജഗന്റെ അഴകുള്ള വിരലുകളിൽ ചുവന്ന നഖങ്ങളിൽ വിരൽ കൊണ്ട് തൊട്ടു. പിന്നെ അതിൽ മുറുകെ പിടിച്ച് അവളുടെ കൈക്കുള്ളിലാക്കി. ഈ പിടി, അത് മാത്രമേ ഉള്ളൂ ജഗൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ. സുമിത്ര കരഞ്ഞില്ല. പക്ഷേ ആ വാക്കുകൾക്ക് ഇതുവരെ ഇല്ലാത്ത വിധം ഒരു മൂർച്ചയുള്ളതായി തോന്നി ജഗൻ. ഞാൻ ഈ വീടിനുള്ളിൽ തനിച്ചാണ്. വിട്ടൊഴിഞ്ഞു പോയ കുറേ ഓർമ്മകൾ ഇടയ്ക്കിടെ സമ്മാനിപ്പിക്കുന്ന നെടുവീർപ്പുകൾ മാത്രമാണ് ഈ വീടിൻ്റെ നിശബ്ദതയ്ക്ക് മാറ്റമുണ്ടാക്കുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണിനെ കാത്തിരിക്കാൻ ഒരാളുള്ളത് എന്ത് സമാധാനമാണ്, ശാന്തിയാണ്. പക്ഷേ എനിക്കിപ്പോൾ എന്തോ ജഗൻ എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഒരു തോന്നൽ. ഞെട്ടി കൈപ്പിൻ വിളിച്ചു ജഗൻ. സുമി, നീ എന്താ പറഞ്ഞത്? അതെ ജഗൻ, എൻ്റെ ദേവി എന്നെ തോൽപ്പിക്കുന്നത് അതാണ്. സന്ധ്യയ്ക്ക് ഈ പൂമുഖത്ത് ഒരു തിരി നനച്ചു വെച്ച് വിളക്ക് കൊളുത്തുമ്പോൾ എൻ്റെ കാതുകളിൽ എൻ്റെ കരിക്കകം ദേവി പറയുന്നു, ജഗൻ നിനക്ക് കാണാൻ പറ്റാത്ത പോലെ അകലെയാണെന്ന്, നിനക്കൊന്ന് തൊട്ടു നോക്കാൻ പോലും പറ്റാത്ത വിധം വളരെ വളരെ ദൂരെയാണെന്ന്. ജഗനൊന്നും മിണ്ടാനായില്ല. ശരീരം അടുത്തുണ്ടായിട്ടും എന്താ ജഗൻ? മനസ്സേതെങ്കിലും മരുഭൂമിയിൽ അലയുമ്പോൾ എത്ര തണുപ്പിൽ നമ്മുടെ ശരീരം വരുന്നിട്ടും എന്താണ്? ഇത്രയും പറഞ്ഞ് തലകുനിച്ചിരുന്ന് സുമിത്രയെ നോക്കി ജഗൻ. സുമിത്ര ഇത്രയും പറയണമെങ്കിൽ ഇവൾക്കെന്തോ കാര്യമായി മാറ്റം സംഭവിച്ചിരിക്കുന്നു. അടുത്തേക്ക് നീങ്ങിയിരുന്ന ജഗൻ അവളുടെ തോളത്തേക്ക് കൈവച്ചു. മുഖം തനിക്ക് നേരെ തിരിച്ചു. എനിക്കൊന്നും അറിയില്ല സുമി, പക്ഷേ എനിക്ക് എവിടേക്കോ എന്തൊക്കെയോ സംഭവിക്കുന്നു. എന്താണെന്ന് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ സുമിത്ര എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയും. സുമിത്ര, നീ പറയും, ഞാൻ എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? സുമിത്ര ജഗന് നേരെ തിരിഞ്ഞു. നീലിമാലക്കാടിൻ്റെ താഴ്വാരത്തേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. ആ തീരുമാനമാണ് എനിക്ക് പറയാനുള്ളത്. ജഗൻ ഈ ജോലി മതിയാക്കണം. ഈ രഹസ്യങ്ങളും നിഗൂഢതകളും തേടിയുള്ള ഈ യാത്ര. ഈ ഭൂമിയിൽ നമുക്കറിയാത്ത, നമുക്ക് അറിയാൻ പാടില്ലാത്ത ഇവ രണ്ടും ഇഷ്ടം പോലെയുണ്ട്. മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്തതും കണ്ടെത്തിയാൽ തന്നെ അതിന് സാധ്യതയില്ലാത്ത നിരവധി കാര്യങ്ങൾ. ജഗന്റെ ചീഫുണ്ടല്ലോ, മനുഷ്യൻ്റെ രഹസ്യങ്ങൾ വിറ്റ് കാശാക്കുന്ന ആ ശ്യാമപ്രസാദ് ഗാന്ധി. അയാളുടെ യഥാർത്ഥ പേര് തന്നെ എന്താണെന്നറിയാമോ ജഗന്? മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ തേടി അലയുമ്പോൾ എന്തോ ഒരു തവണയെങ്കിലും ഈ ശ്യാമപ്രസാദ് ഗാന്ധിയുടെ ജന്മവും വളർച്ചയും ജീവിതവും അന്വേഷിക്കാത്തത്. പക്ഷേ ഒന്ന് ഞാൻ പറയാം, അയാൾ ഈശ്വര ചൈതന്യത്തേക്കാൾ കൂടുതൽ നിഗൂഢ ശക്തികളെ വിശ്വസിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ആളാണ്. സുമി, എന്തിന് നീ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നു? നമുക്കിതൊന്നും കേൾക്കണ്ട. ഞാൻ ജോലി ഉപേക്ഷിക്കാം, ഈ നഗരം വിടാം. നമ്മളെ അറിയാത്ത ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ജഗൻ പറയുന്നത് കേട്ട് ചിരിച്ചു സുമിത്ര. ആ ചിരിയുടെ അർത്ഥം ജഗന് മനസ്സിലായില്ല. ഒരു ദിവസം മുൻപാണ് ജഗൻ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ നിമിഷം
ഞാൻ ഈ കൈപിടിച്ചിറങ്ങിയേനെ. പക്ഷോ ഇപ്പോൾ എനിക്ക് അതിനുള്ള ധൈര്യമില്ല ജഗൻ. കാരണം എൻ്റെ നഗ്ന നേത്രങ്ങളെ പോലും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ജ്യോതിഷവിധി പ്രകാരം ജഗന്നാഥൻ മരിച്ചു പോയിരിക്കുന്നു. നടുങ്ങി ജഗൻ. നാവിറങ്ങിപ്പോയതുപോലെ നിന്നു. സുമിത്ര, ആരാണിത് പറഞ്ഞത്? പിന്നെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ആരാണ് ഞാൻ നിന്റെ ജഗനല്ലേ? സുമിത്ര നിശബ്ദയായി നിന്നു. ജഗൻ ആ തോളുകളിൽ പിടിച്ചു കുലുക്കി. പറയ്, ഞാൻ നിന്റെ ജഗനല്ലേ? അല്ലേന്ന്. ജഗൻ തേങ്ങിപ്പോയി. ആ കണ്ണുകളിൽ നിന്നും മുത്തുകൾ ഇറ്റിറ്റു വീണു. സുമിത്രയ്ക്ക് അത് താങ്ങാനായില്ല. പക്ഷേ അവൾ കരഞ്ഞില്ല. തകർച്ചയിൽ തേങ്ങുന്ന ഹൃദയമല്ല ഇപ്പോൾ അവളുടേത്. അവൾ ശക്തി ആർജിച്ചിരിക്കുന്നു. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ തയ്യാറായിരിക്കുന്നു. കരഞ്ഞു തളർന്നു വീഴുന്ന പെണ്ണിൽ നിന്നും കരുത്തുള്ള മനസ്സുമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു സുമിത്ര. ജഗൻ, സുമിത്ര വിളിച്ചു. ഞാൻ പറയുന്നത് ജഗൻ ശ്രദ്ധിക്കണം. മരണം എന്ന മഹാസമുദ്രത്തിലാണ് മനുഷ്യൻ ചെന്നടയുന്നത്. പക്ഷേ ഇവിടെ കാലം ഒരു പിടി മുന്നിലേക്ക് ജഗനെ കൊണ്ടുപോയിരിക്കുന്നു. ഇതൊക്കെ ആരാ സുമിത്ര നിന്നോട് പറഞ്ഞത്? ഈ തത്വജ്ഞാനമൊക്കെ നിനക്കോദിത്തുന്നത് ആരാണ്? ജഗൻ നിന്ന് കതച്ചു. സുമിത്രയുടെ മുഖത്തേക്ക് നോക്കിയ ജഗന് അവളുടെ കനൽ കത്തുന്ന ആ കൃഷ്ണമണികളിലേക്ക് നോക്കി നിൽക്കാനായില്ല. പറഞ്ഞു തന്നു. തത്വജ്ഞാനമല്ല, നടക്കുന്ന സത്യങ്ങൾ. കൂനൂർ മഠത്തിൽ നിന്നും ഒരുപിടി ശാപങ്ങളും പേറി വന്ന ജഗൻ എന്ന എൻ്റെ പ്രാണനെക്കുറിച്ച്, ഞാൻ ജീവനെപ്പോലെ സ്നേഹിച്ച് മരിക്കാൻ കൊതിച്ച എൻ്റെ എല്ലാമെല്ലാമായ ജഗനെക്കുറിച്ച്. ആരാ പറഞ്ഞതെന്ന് പറയൂ സുമിത്ര. ജഗന്റെ ശബ്ദമായിരുന്നു. ദേവീ ഉപാസന കൊണ്ട് മറികടന്ന് ചിന്തിക്കുന്ന സൂര്യനാരായണ നമ്പൂതിരിപ്പാട്. അഡ്വക്കേറ്റ് കുട്ടിശങ്കരന്റെ മരണം തിരിച്ചറിഞ്ഞ ജഗന്റെ ശരീരത്തിൽ ഒരു അദൃശ്യ ശക്തിയെ തിരിച്ചറിഞ്ഞ സൂര്യനാരായണ നമ്പൂതിരിപ്പാട്. എൻ്റെ ശരീരത്തിൽ ഒരദൃശ്യ ശക്തിയുമില്ല. എൻ്റെ മനസ്സിൻ്റെ ഭയവിഹ്വലതയാണ് എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത്. ജഗൻ, നീ വരണം. സൂര്യനാരായണ നമ്പൂതിരിപ്പാടിൻ്റെ അടുത്തേക്ക് നിന്നെയും കൊണ്ട് ചെല്ലാമെന്ന് ഞാൻ വാക്കുകൊടുത്തു. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. വരില്ല, ജഗൻ വരില്ലെന്ന്. വരാൻ സമയമായിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ വാക്കുകൊടുത്തു. ഞാൻ പറയുന്നതിനപ്പുറം ജഗൻ പോകില്ലെന്ന്. പറഞ്ഞപ്പോൾ ജഗൻ പോകില്ലായിരിക്കും, പക്ഷേ എന്ന് പറഞ്ഞു നിർത്തി. ഞാൻ കുറ്റിപ്പുറം കുമാരൻ വക്കീലിൻ്റെ മകളാണ്. വാക്കിനും പ്രവർത്തിക്കും നെറിയും നേരും ഉള്ളവൾ. അതുകൊണ്ട് പറയുന്ന ആ വാക്ക് തെറ്റരുത്. ജഗൻ എനിക്കൊപ്പം വരണം. ജഗൻ കണ്ണുകളടച്ച് നിശ്ചലനായി നിന്നു. ഇന്ന് അമാവാസിയാണ്. ദുഷ്ടശക്തികൾ ഇരുൾമാളങ്ങളിൽ നിന്നും കരുത്താർച്ച് പ്രകൃതിയിൽ അലഞ്ഞു നടക്കുന്ന പ്രതികാരം ചെയ്യുന്ന ദിനം. അമാവാസിയിൽ ജനിച്ച ചീഫ് ഏതു നേരവും തന്നെ വിളിക്കും. ദുരൂഹതകളിൽ നിറഞ്ഞു മറിഞ്ഞിരിക്കുന്ന സരിതാ അന്തർജനത്തിനെ കാണാൻ ഇപ്പോൾ തൻ്റെ ജീവനായ സുമിത്ര വിളിക്കുന്നു. ഈശ്വര ചൈതന്യത്തിന്റെ പ്രതിരൂപമായ സൂര്യനാരായണ നമ്പൂതിരിനെ കാണാൻ അങ്ങ് എങ്ങോട്ട് പോകണം? ചോദ്യങ്ങൾ അസ്ത്രം കണക്കെ തലച്ചോറിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി തുളച്ചു കയറുന്നു. തല പൊട്ടിപ്പിളരുന്നു. സിരകളിൽ നിന്നും ചൂടുചോര മാംസത്തിനുള്ളിലേക്ക് തന്നെ പൊട്ടിയൊലിക്കുന്നു. പണ്ടൊക്കെ മനസ്സുകൊണ്ടൊരു തകർച്ച വരുമ്പോൾ ഞാൻ അറിയാതെ ഈശ്വരനെ വിളിക്കും. ഇപ്പോൾ എത്രയോ കാലമായിരിക്കുന്നു അങ്ങനെ ഒരു ഓർമ്മ പോലും തന്നിൽ വന്ന് നിറഞ്ഞിട്ട്. സാരിയെടുത്ത് വരാൻ സ്റ്റെയർകേസ് കയറി മുകളിലേക്ക് പോയതാണ് സുമിത്ര. മടങ്ങി വരുമ്പോൾ സുമിത്രയ്ക്കൊപ്പം സൂര്യനാരായണനെ കാണാൻ പോയേ മതിയാവും. പോകാം. സുമിത്രയ്ക്ക് മുമ്പിൽ താൻ തോറ്റുപോകും. സ്നേഹത്തിന് മുമ്പിൽ താൻ നിലനിർത്തി വീഴും. അവിടെ എത്തുമ്പോൾ സൂര്യനാരായണൻ അരുതാത്തതെന്തെങ്കിലും തൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു പോയാൽ സോഫയിൽ തലകൈയും കൊടുത്ത് മുഖം പൊത്തി അങ്ങനെ ഇരുന്നു ജഗൻ. അഡ്വക്കേറ്റ് കുറ്റിപ്പുറം കുമാരൻ സാർ അഭിമാനിയായിരുന്നു. കുടുംബത്തിനും ആഢ്യത്തിനും ആ നടപ്പിലും നിൽപ്പിലും എപ്പോഴും കാണാമായിരുന്നു. അച്ഛൻ്റെ ഓഫീസ് മുറി മുകളിലത്തെ നിലയിലായിരുന്നുകൊണ്ട് സുമിത്ര അവിടേക്ക് എപ്പോഴും പോകാറില്ല. പുറത്തുകൂടി ഒരു സ്റ്റെയർകേസ് ഉള്ളതുകൊണ്ട് അച്ഛനെ കാണാൻ വരുന്നവരൊക്കെ ആ വഴിയേ പോകാറുള്ളൂ. അച്ഛൻ്റെ മരണശേഷം സുമിത്ര മുകളിലേക്ക് പോയിട്ടില്ല. കുട്ടിശങ്കരൻ മാമ മരിക്കുന്നതിന് 2 ദിവസം മുൻപ് പറഞ്ഞത് സുമിത്ര ഓർത്തു. എനിക്ക് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോകാനും തോന്നുന്നില്ല. പക്ഷേ കക്ഷികൾക്ക് കേസ് കൊടുക്കണ്ടേ? അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന കേസ് എനിക്ക് ജയിച്ചെടുക്കാൻ പറ്റില്ല. എല്ലാ കക്ഷികളെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. വക്കാലത്ത് കൊണ്ടവരുടെ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും വന്നാൽ ഈ പേപ്പറിൽ പേരും വിവരങ്ങളും എഴുതി വാങ്ങി കേസ് കെട്ടുകൊടുത്തേക്ക്. അച്ഛൻ്റെ മുറിയിലേക്ക് കയറിയപ്പോൾ ഇതൊക്കെ ഓർത്തു സുമിത്ര. 10-26 ജൂനിയർ വക്കീലന്മാർ ഉണ്ടായിരുന്ന ഓഫീസർ. ലക്ഷക്കണക്കിനുള്ള നിയമപുസ്തകങ്ങളും മറ്റും പൊടിപിടിച്ച് കിടക്കുന്നു. നിശബ്ദത തളം കെട്ടി കിടക്കുന്ന മുറി. താഴെ ജഗൻ ഇരിപ്പുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറി വരേണ്ടിയിരുന്നില്ല. അച്ഛൻ്റെ വക്കീൽ ഗൗൺ ഹാങ്ങറിൽ തൂങ്ങിക്കിടക്കുന്നു. ശരിക്കും ഉടലില്ലെന്നേ ഉള്ളൂ. അച്ഛൻ നിൽക്കുന്നത് പോലെ തന്നെയുണ്ട്. താനിപ്പോൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? സൂര്യനാരായണൻ അച്ഛൻ്റെ മരണത്തിന് 7 ദിവസം മുൻപ് അച്ഛന് ജപിച്ചു കൊടുത്ത തകിട് തൊട്ട് തൊഴാനും തിരിച്ച് അതിരിക്കുന്ന മേശക്കുള്ളിൽ തന്നെ ഭദ്രമായി വെക്കാനും. രാവിലെ ഓഫീസ് മുറിയിലെ വിളക്ക് കത്തിച്ച് കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ്
അതിൽ തൊട്ടു തൊഴുതിട്ട് മാത്രമേ ഇരിപ്പിടത്തിൽ ഇരിക്കാവൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ. അച്ഛനൊന്നും തന്നോട് പറഞ്ഞില്ല. പക്ഷേ അവസാന ദിവസങ്ങൾ അച്ഛൻ വല്ലാതെ എന്തിനെയോ ഭയപ്പെട്ടിരുന്നു. സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങില്ലായിരുന്നു. ലോയേഴ്സ് ക്ലബിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് സന്ധ്യയായാൽ രാമായണവും ഭാഗവതവും ഒക്കെ മറച്ചു നോക്കി മനസ്സിൽ വായിക്കുന്നത് പോലെ ശ്രദ്ധിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. രാത്രി കഞ്ഞികുടി കഴിഞ്ഞ് സിറ്റൗട്ടിൽ വന്നിരിക്കും. ജഗനെ കണ്ടില്ലല്ലോ മോളെ, താൻ എന്തെങ്കിലും നുണ പറയും. ദേ ഇപ്പോൾ വിളിച്ചതേയുള്ളൂ അച്ഛ. പറഞ്ഞു കഴിയുമ്പോൾ അച്ഛനൊന്ന് മൂളും. പിന്നെ ഒരു നെടുവീർപ്പും. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.